കഴിഞ്ഞ ദിവസം നമ്മൾ 10,000 hours ഓഫ് സ്റ്റഡിയെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞു. അപ്പം അത് ആരുടെയെങ്കിലും ഒരു മനസ്സിലൊരു ഡ്രീമായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഡീറ്റെയിൽ വീഡിയോ. എന്താണ് 10,000 hours ഓഫ് സ്റ്റഡി, അത് എത്ര കാലം കൊണ്ട് നമ്മൾ തീർക്കണം? ഏറ്റവും ഷോർട്ട് ടൈമിൽ നമ്മൾ ഈ 10,000 hours ഓഫ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു തീവ്രത കൂടി വരുന്നത്. ഒരു 10,000 hours ഓഫ് സ്റ്റഡി ഒരാൾ ഇന്ന് തുടങ്ങിയാൽ ഏറ്റവും ഷോർട്ട് ടൈമിൽ ഇന്ന് തീർക്കാം. 24 മണിക്കൂറും പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 417 ദിവസം കൊണ്ട് ഈ പറഞ്ഞ 10,000 hours ഓഫ് സ്റ്റഡി നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഈ 24 മണിക്കൂർ സ്റ്റഡി എന്ന് പറയുന്നത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ് എന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. നമുക്ക് പിന്നെ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു 18 മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഏകദേശം ഒരു 555 ദിവസം കൊണ്ട് ഈ പറഞ്ഞ 10,000 hours ഓഫ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാം. നേരെ മറിച്ച് ഒരു 14 മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിലോ 700-720 ദിവസത്തോളം എടുക്കും. ഒരു 10 മണിക്കൂർ ആണെങ്കിലോ 1000 ദിവസത്തോളം എടുക്കും. അത് 8 മണിക്കൂറായി കുറയുമ്പോഴോ ഒരു 1250 ദിവസത്തോളം എടുക്കും. ഇനി അത് 8 മണിക്കൂർ എന്നുള്ളത് കുറഞ്ഞ് ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് വർക്കിനോടനുബന്ധിച്ച് വർക്കും കൂടി ഒപ്പം കൊണ്ടുപോയി മാത്രമേ പഠനം നടക്കുകയുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അദ്ദേഹം ഒരു മിനിമം ഒരു ദിവസം ഒരു 5 മണിക്കൂർ പഠിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന് ഏകദേശം ഒരു 2000 ദിവസങ്ങൾ കൊണ്ട് ഒരു 5.5 വർഷത്തോളം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എത്ര സ്ട്രോങ് ആണോ, അതിൽ നമുക്ക് അനുവദനീയമായ ടൈം എത്രയാണോ, അങ്ങനെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഒരു 5 മണിക്കൂർ എങ്കിലും പഠിക്കാനായിട്ട് ഒരു ദിവസം, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, രാവിലെ ഒരു 3:30 എഴുന്നേറ്റാൽ 4:30, 5:30, 6:30, 7:30, 8:30 രാവിലെ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാണെങ്കിൽ പോലും ഒരു 8:30 മണിയോടുകൂടി ഫ്രീ ആയാൽ ഏറ്റവും ചുരുങ്ങിയത് രാവിലെ തന്നെ ഒരു 5 മണിക്കൂർ സമയം കിട്ടി. ആ 5 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ സുഖമായിട്ട് 2000 ദിവസങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ 10,000 മണിക്കൂർ 10,000 hours ഓഫ് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് 18 മണിക്കൂർ നന്നായി പഠിക്കാം, നല്ല സുഖമായിട്ട് പഠിക്കാം. നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്ത നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മളാക്കി മാറ്റുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എത്ര സ്ട്രോങ് ആണോ അത്രയും ഈസി ആയിട്ട് നമ്മുടെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ 10,000 hours നമ്മൾ എന്ത് ചെയ്യണം? ഈ 10,000 hours നമ്മളൊരു 10 റിവിഷൻ എങ്കിലും 10 തവണയെങ്കിലുമുള്ള 10 റിവിഷൻ എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എവറി 1000 മണിക്കൂർ, എവറി 1000 hours നമ്മൾ ഒരു റിവിഷൻ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു 10,000 hours കംപ്ലീറ്റ് ചെയ്യുന്ന, സപ്പോസ് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്, 10,000 hours ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു മാസത്തിൽ ഒരു റിവിഷൻ കഴിഞ്ഞിരിക്കണം. 1000 മണിക്കൂർ ഒരു മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആ ഓരോ റിവിഷൻ കഴിയും തോറും എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ഓരോ പടി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു റിവിഷൻ കഴിയുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നമ്മളെ വ്യൂസും നമ്മുടെ കോൺസെൻട്രേഷനും നമുക്ക് അതിനെക്കുറിച്ചുള്ള നോളജും അതിൻ്റെ ഓരോ റിവിഷൻ കഴിയുന്നവരും അതിങ്ങനെ വർദ്ധിച്ച് വരുവാണ്. ഒരു 3-4 റിവിഷൻ കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ അതിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് നോളജ് ഗെയിൻ ചെയ്തിരിക്കും. ആ ഓരോ സ്റ്റെപ്പും കഴിയുന്ന, ഓരോ റിവിഷനും കഴിയുന്നതിനനുസരിച്ച് ഈ 10 റിവിഷനൊക്കെ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഐ ആം ദ മാസ്റ്റർ, നമ്മളെ ആ സബ്ജക്റ്റിൽ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിനകത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്കും നമ്മൾ അതിനകത്ത് ഒരു മാസ്റ്ററായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈ റിവിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പഠിക്കുന്ന ആളുകൾ കോച്ചിങ് ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ട്യൂഷൻ എടുക്കുക, ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിച്ചത് നമ്മൾ വേറൊരാൾക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കും. പഠിച്ചത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ക്ലിയർ അല്ല, നമുക്ക് കുറച്ചും കൂടി അതിനകത്ത് ഐഡിയാസ് വേണമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ പഠിച്ചത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ നോളജാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് പണ്ട് മുതലേ ഉള്ള ആളുകൾ പറയുന്നത്. വിജയിച്ച ആളുകൾ അത് കൃത്യമായി പറഞ്ഞു തരും. അപ്പം നമ്മൾക്ക് എത്ര പേർക്ക് നമുക്ക് ആ നോളജ് പങ്കുവെക്കാൻ കഴിയുന്നു അതിനനുസരിച്ച് നമ്മുടെ നോളജാണ് വർദ്ധിക്കുന്നത്. നോളജ് പങ്കുവെക്കുമ്പോൾ ഒരുപാട് വർദ്ധിക്കും എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്കല്ലേ വർദ്ധിക്കുക? അല്ല, നമ്മൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം, അതിനെക്കുറിച്ച് ഇനിയും എന്തുമാത്രം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാനുണ്ട്. കാരണം മുൻപിലിരിക്കുന്ന ആളുകളുടെ സംശയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, മുന്നിലിരിക്കുന്ന ആൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചോദ്യങ്ങളുമായിരിക്കും. അതിന് നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം എത്ര റിവിഷൻസ് കഴിയുന്നോ അത്രയും നമ്മൾ ആ ഒരു സബ്ജക്റ്റിലെ മാസ്റ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഈ 10,000 hours എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 10,000 hours 10,000 പേജ് തന്നെയുള്ളൊരു ബുക്ക്, അത് പല ബുക്കുകൾ കൂടി ചേർന്നൊരു 10,000 പേജ് ആവാം, ഒരു ബുക്ക് മാത്രമാവാം.
അതല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഒരു 10,000 പേജുള്ള ബുക്കാണ് നമുക്ക് 10,000 അവേഴ്സിൽ കവർ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ 10,000 പേജുള്ള ബുക്ക് നമ്മൾ 10 തവണ റിവിഷൻ കഴിഞ്ഞിരിക്കണം. ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ 10,000 പേജുള്ള ബുക്ക് തീർക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു മാസം കൊണ്ട് ഒരു റിവിഷൻ കഴിയണം, അല്ലേ? അപ്പോൾ 10,000 പേജ് ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര പഠിക്കണം? ഒരു 350 പേജെങ്കിലും ഒരു ദിവസം കവർ ചെയ്തിട്ടുണ്ടാവണം. ഒരു ദിവസം 350 പേജ് കവർ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറിൽ നമ്മൾ എത്ര പഠിക്കണം? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ശ്രമിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. റിവിഷന്റെ സമയത്തൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. ആദ്യമായി പഠിക്കുമ്പോൾ ഈ 35 പേജ് ഒരു ദിവസം ഒരു മണിക്കൂറിൽ പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് ഈ 10,000 പേജ് എന്നുള്ളത് മാറ്റി നമ്മുടെ 1000 പേജ് നമ്മുടെ എയിമായിട്ട് മാറ്റിക്കേ. ഒരു മാസത്തിൽ 1000 പേജ് കവർ ചെയ്യുക. ഒരു ദിവസം 35 പേജുകൾ നമ്മൾ കവർ ചെയ്യണം. മണിക്കൂറിൽ 3-4 പേജ് മാത്രമാണ്. ക്വൈറ്റ് ഈസിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ ഞാനത് രണ്ടും പറഞ്ഞത് ആളുകൾക്ക് അവരുടെ എയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് എന്തുമാത്രം പറ്റും എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പം ആദ്യം പഠിക്കാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു 2 മിനിറ്റ് ഇരിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2 മിനിറ്റ് ഇരുന്നു, അപ്പോഴേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ പല രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയി പോവുകയാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. പെണ്ണ് വേണം തോന്നും, പെൻസിൽ വേണം തോന്നും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പേപ്പർ വേണം തോന്നും, ഈ പുസ്തകം പോരാ ആ പുസ്തകം അങ്ങനെ വേണം തോന്നും, ആ പുസ്തകം തിരിച്ചു വെക്കണമെന്ന് തോന്നും, ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റണമെന്ന് തോന്നും, ചെയർ ഒന്ന് മാറി വേറെ സ്ഥലത്തേക്ക് ഇരിക്കണം തോന്നും, റൂം തന്നെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഇരിക്കണം തോന്നും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും പോരാൻ തോന്നും, അമ്മയൊന്ന് കാണണം തോന്നും, വെള്ളം കുടിക്കണം തോന്നും, ഭക്ഷണം കഴിക്കണം തോന്നും, വിശക്കുന്നു എന്ന് തോന്നും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഡിസ്റ്റർബൻസ് നമുക്ക് പല ഭാഗത്തു നിന്ന് വരും. ഇതിനെല്ലാം ഓവർകം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കുറച്ച് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ആദ്യം ഒരു 2 മിനിറ്റ് പഠിക്കുമ്പോഴത്തേക്കും തന്നെ തലയൊക്കെ ഇങ്ങനെ ഒന്നും തിരിയുന്നില്ല, ചൂടാവുന്ന പോലെ തോന്നും. ഇതൊക്കെ സാധാരണമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം, കുറച്ച് സാധാരണമായ സംഭവങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മൾ എന്തുമാത്രം ട്രൈ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് സാധിക്കും. 2 മിനിറ്റ് ആദ്യം ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ 2 മിനിറ്റ് പറ്റും, 5 മിനിറ്റ് പറ്റും. അത് നമ്മളിങ്ങനെ അതിനെ ഇൻക്രീസ് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് വരെ വളരെ നല്ല രീതിയിൽ വളരെ കാമായിട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വളർന്നു വരണം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു സബ്ജക്റ്റാണ് നമ്മൾ എടുത്തു വെക്കുന്നതെങ്കിൽ ഇറ്റ് മേ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് വായിക്കുമ്പോഴത്തേക്കും ബോറടിക്കും, ഒന്നും തിരിയുന്നില്ല, ആലോചിച്ചിട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അതേസമയം നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടൊരു സബ്ജക്റ്റ്, ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റ് എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ആ റീഡിങ് ഹാബിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്ന ആ ഒരു ഹാബിറ്റ് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. അതിന് എപ്പോഴും നല്ലത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങണം. അങ്ങനെ നമ്മുടെ റീഡിങ് ഹാബിറ്റ് ഓക്കെ ആയി ഒരു ദിവസം നമുക്കൊരു 10 മണിക്കൂർ 14 മണിക്കൂർ വരെ വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പതുക്കെ നമ്മൾ ആ ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് എടുത്തെടുത്ത് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് മണിക്കൂറുകൾ എത്ര ഇരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ല, അത്ര നന്നായി കോൺസെൻട്രേഷനും കിട്ടുന്നുള്ള സമയത്തേക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് സബ്ജക്റ്റ് എടുത്ത് വെക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു പോകണം. അപ്പം ഇതൊക്കെ പറ്റുമോ? ഉറങ്ങാൻ തോന്നില്ലേ, വിഷമം വരില്ലേ, ക്ഷീണം വരില്ലേ, വിശപ്പ് വരില്ലേ, ഒന്ന് കളിക്കാൻ പോകണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വരും. കൂട്ടുകാർ അവിടെ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ സിനിമയ്ക്ക് പോകുന്നുണ്ടാവും, വീട്ടിലൊരു കല്യാണം ഉണ്ടാവും, അതല്ലെങ്കിൽ കുറേ ബന്ധുക്കളൊക്കെ അവിടെ കൂടിയിട്ടുണ്ടാവും, വീട്ടിൽ വേറെ എന്തെങ്കിലും പരിപാടിയുണ്ട്, വീട്ടിലെല്ലാവരും ഒരു സിനിമ കാണുന്നുണ്ടാവും, TV കാണുന്നുണ്ടാവും. അങ്ങനത്തെ പല ടെംപ്റ്റേഷൻസ് നമുക്ക് വരും. പക്ഷെ നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം. ആ ലക്ഷ്യത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠനം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നമ്മുടെ പഴയ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ സാധിക്കാത്ത, നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാത്ത നമ്മുടെ ഡ്രീമാണ് നമ്മളാക്കി മാറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. 1 മണിക്കൂർ ഇത്ര സമയം. അതേപോലെ ഒരു പെന്നും പേപ്പർ, ഇത് കേൾക്കുമ്പോൾ ഒരു പെന്നും പേപ്പർ ആദ്യം പറയാൻ വിട്ടുപോയി, ഒരു പെന്നും പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് നോട്ട് ചെയ്യുക. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് എനിക്ക് പറ്റുമോ എന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. പ്ലാൻ ചെയ്ത് നോക്കി നമ്മുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്കൂർ, ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു ദിവസം ഞാൻ ഇത്ര പേജസ് കവർ ചെയ്യും, ഇത്ര മണിക്കൂർ കവർ ചെയ്യും, ഇത്ര പേജസ് കവർ ചെയ്യും. അതുപോലെ അങ്ങനെ ഒരു ദിവസം ഇത്ര പേജും ഇത്ര മണിക്കൂറും ഞാൻ കവർ ചെയ്യുമ്പോൾ ഒരു മാസം ഞാൻ ഇത്ര പേജും ഇത്ര മണിക്കൂറും കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു ദിവസം, ആദ്യത്തെ ദിവസം ഒരു 10 മണിക്കൂർ ഇരിക്കാൻ പറ്റി, ഒരു 200 പേജ് കവർ ചെയ്യാൻ പറ്റി, അതല്ലെങ്കിൽ ഒരു 30 പേജ് കവർ ചെയ്യാൻ പറ്റി. അപ്പം പിറ്റത്തെ ദിവസം അതിനെ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ സക്സസ് തന്നെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിനെ നമ്മളുടെ ഓരോ ദിവസത്തെ ഉള്ളതിനെ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ കൂടുതൽ ഉന്നതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഏകദേശം ഇതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ച് ചാർട്ട് ചെയ്ത്, എന്നിട്ട് എത്ര പേജുകൾ കവർ ചെയ്യാനുണ്ട്,
അതിന് ദിവസത്തിൽ എത്ര മണിക്കൂർ എങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു റിവിഷൻ അനുസരിച്ച് കവർ ചെയ്യാൻ കണക്കിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുക, കമൻറ്റായി ചോദിച്ചോ, ഞാൻ ചെറിയ ചെറിയ ടിപ്സായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. എപ്പോഴും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. അപ്പം നിങ്ങളുടെ വിജയം കാണുക എന്നുള്ളതാണ് എൻ്റെയും ലക്ഷ്യം. ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം.